വിപിൻ വിജയ് എന്ന എൻ്റെ ഒരു പ്രത്യേക പ്രേക്ഷകൻ്റെ അഭിപ്രായം മാനിച്ച് സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ 2 വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്തു. അതുപോലെ പുള്ളിക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ടോപ്പിക്ക് വെച്ച് തന്നെ സംസാരിക്കണമെന്ന്. ഞാൻ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് 2 വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ അറിയണ്ടേ? പിന്നെ പെൻ ടെസ്റ്റിങ്, സോക്ക്, ഐഡൻറ്റിറ്റി ആക്സസ് മാനേജ്മെൻറ്റ്, ക്ലൗഡ് സെക്യൂരിറ്റി, ഈ 3 ടോപ്പിക്കിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയാം. ഓക്കെ, ഈ തുടക്കകാലത്ത് എൻജിനീയറിംഗ് ഒക്കെ കഴിയുന്ന പിള്ളേരെ പോയിട്ട് കുറേ CCNA നെറ്റ്വർക്ക് ബേസ്ഡുള്ള കോഴ്സുകളൊക്കെ ചെയ്യും. അന്നൊക്കെ എല്ലാ കമ്പനിക്കും നെറ്റ്വർക്ക് എൻജിനീയർമാരെ, സെർവർ എൻജിനീയർമാരെയൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ എല്ലാ കമ്പനികളും ക്ലൗഡിലോട്ട് മാറിയതിന് ശേഷം ആർക്കും നെറ്റ്വർക്ക് എൻജിനീയർമാരും സെർവർ എൻജിനീയർമാരും വരില്ല. ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും എല്ലാം ഇപ്പം ക്ലൗഡിലോട്ടായി. ക്ലൗഡിനകത്ത് എങ്ങനെ VNet കോൺഫിഗർ ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ റൂട്ടർ കോൺഫിഗറേഷനൊക്കെ അത് ഫിസിക്കൽ വരുന്നതാണ്. അപ്പോൾ എങ്ങനെ അതിനകത്ത് ക്ലൗഡിൽ എങ്ങനെയൊക്കെ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എൻജിനീയറായിട്ട് മാറാം എന്നാണ് ഇനിയൊക്കെ ചിന്തിക്കേണ്ടത്. കാരണം ഈ എന്താ പറയുന്നത്, ഓൺ പ്രെമിസിൽ ഉണ്ടായിരുന്ന ഡേറ്റാ സെൻറ്റേഴ്സ് എല്ലാവരും വേണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം അത് അത്രയും കോസ്റ്റ് നിലനിർത്തി, അത്രയും എംപ്ലോയീസിനെ നിലനിർത്തി ഒരു കമ്പനിക്ക് ഡേറ്റാ സെൻറ്റർ വെച്ച് സെർവർ എൻജിനീയേഴ്സിനും നെറ്റ്വർക്ക് എൻജിനീയേഴ്സിനൊന്നും ജോലി കൊടുക്കുന്ന കാര്യത്തിൽ ഇത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവരും ആവശ്യത്തിന് ക്ലൗഡ് സർവീസ് മേടിക്കുന്നു, പൈസ കൊടുക്കുന്നു, അത് യൂസ് ചെയ്യുന്നു. ഇപ്പം മസ്റ്റ് കമ്പനികളൊക്കെ എന്നാലും ചെറിയൊരു ശതമാനം മൊത്തത്തിലെല്ലാവരും അത് ക്ലോസ് ചെയ്യാനും പറ്റത്തില്ല ഡേറ്റാ സെൻറ്റേഴ്സ്. അപ്പം ചെറിയൊരു ശതമാനം അതും വേണം. പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പം നെറ്റ്വർക്ക് എൻജിനീയർമാർക്കും സെർവർ എൻജിനീയർമാർക്കും ഇനിയുള്ള കാലഘട്ടത്തിനേക്കാളും അവർ സെക്യൂരിറ്റി ലെവലിലോട്ടുള്ള ജോലികൾ നോക്കുമ്പോഴാണ് നല്ലത്. അപ്പം അതിനുള്ള കോഴ്സുകളുണ്ട്. ഇപ്പം CISSP എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷനാണ് വെണ്ടർ ന്യൂട്രൽ സർട്ടിഫിക്കേഷൻ. അതിനകത്ത് ഈ കുറേ 7-8 ഡൊമൈൻ കവർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ CISSPക്കകത്ത് ആ ഒരു എന്ന് പറഞ്ഞാൽ തലൈവ ടോപ്പ് സർട്ടിഫിക്കേഷനാണ് CISSP. അതന്നെ CISSP എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് കോച്ച് ചെയ്യുന്നു. അതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊരു സർട്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക്, താഴേന്ന് തുടങ്ങുന്നവർക്ക് എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നൊരു ഓവർവ്യൂ കിട്ടുന്നൊരു കോഴ്സാണത്. ആ കോഴ്സ് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര പോയിൻറ്റ്സ് വേണം, ഇത്ര എക്സ്പീരിയൻസ് വേണം, അത്രയെങ്കിലും ടഫ് എക്സാമാണ്. പക്ഷേ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പം എന്തൊക്കെയാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് നോക്കുമ്പം ആ മുകളിൽ നിന്നുള്ള വിഷൻ കിട്ടണമെങ്കിൽ ആ ഒരു കോഴ്സിനകത്തെ കണ്ടന്റ് എടുത്ത് വെച്ച് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ സെക്യൂരിറ്റി ഡൊമൈൻസിലുള്ളവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഓവർവ്യൂ കിട്ടും. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ സെക്യൂരിറ്റി ടൂൾസ് അതിനകത്തൊക്കെ യൂസ് ചെയ്യാം ഓരോ ഡൊമൈൻസിലും. ഇപ്പം നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്കകത്താണെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യാം, Zscaler എന്താണ്, ക്രൗഡ് സ്ട്രൈക്ക് എന്താണ്, എന്നിട്ട് ഇപ്പം അതിലോട്ട് തന്നെ ഇറങ്ങണമെങ്കിൽ Zscalerനെ എടുത്ത് വെച്ച് പഠിക്കുക. ആ വെണ്ടർ സർട്ടിഫിക്കേഷൻ, വെണ്ടർ ന്യൂട്രൽ സർട്ടിഫിക്കേഷൻ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് അതിനകത്തുനിന്നൊരു വെണ്ടറിനെ എടുത്ത് പിക്ക് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. ക്ലൗഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു വെണ്ടർ എടുക്കാം, Zscaler എന്ന് പറഞ്ഞ വെണ്ടർ എടുക്കാം, പിന്നെ അതർ കൺസെപ്റ്റ് എടുക്കാം. അപ്പം ജനറലി നമ്മൾ ഒരു വായനയാണ് അവിടെ നടക്കുന്നത്. ആ CISSP വായിക്കുമ്പം തന്നെ നമുക്ക് ജനറലി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൈബർ സെക്യൂരിറ്റി ട്രെൻഡിനെ കുറിച്ചും നടക്കും. അല്ലാതെ കുറച്ച് കോഡിങ്ങും പഠിച്ചിട്ട് പെൻ ടെസ്റ്റിങ് മാത്രമല്ല സൈബർ സെക്യൂരിറ്റി, അത്രയും വാസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് സൈബർ സെക്യൂരിറ്റി കിടക്കുന്നത്. അപ്പം വിപിൻ വിജയ്ക്ക് വേണ്ടി ഇന്ന് ഈ ചെറിയ ടോപ്പിക്ക്, അടുത്ത അടുത്ത ക്യാപ്സൂൾ നെക്സ്റ്റ്. ഇതിനകത്ത് സൈബർ സെക്യൂരിറ്റിയിൽ ഇറങ്ങി തുഴഞ്ഞ ചേട്ടന്മാരുണ്ടെങ്കിൽ ഞാനിതിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം. തെറ്റാണെന്നല്ല പറഞ്ഞത്, അതിന് പ്രൂഫും കൊണ്ട് വന്ന് കറക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ജസ്റ്റ് എ റെഫറൻസ്. എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്ന് പറയുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം അറിവാണ്. ഓക്കെ.